നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗലും ഡെൻമാർക്കും തമ്മിൽ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ആദ്യപാദ മത്സരം പോർച്ചുഗലിലല്ല, ഡെൻമാർക്കിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. രണ്ടാം പാദ മത്സരമാണ് പോർച്ചുഗലിലുള്ളത്. മാർച്ച് 21 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ഡെൻമാർക്കിൽ പോയിട്ട് പോർച്ചുഗൽ കളിക്കും. മാർച്ച് 24 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 പോർച്ചുഗലിൽ വെച്ചിട്ട് ഡെൻമാർക്കുമായിട്ട് പോർച്ചുഗൽ കളിക്കും. അപ്പം ഈ മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ കോച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ഡെൻമാർക്കിൻ്റെ കോച്ച് ബ്രിയാൻ റീമ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം, ഇപ്പോഴും പോർച്ചുഗലിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് പ്ലെയർ ക്രിസ്ത്യാനോയാണോ? മറുപടി യെസ്, വാട്ട് എ പ്ലെയർ. കഴിഞ്ഞ 2-3 ഇൻ്റർവ്യൂകളായിട്ട് എന്നോട് ഇത് തന്നെ ചോദിക്കുന്നു, മെസ്സിയോ റൊണാൾഡോ എന്ന് ചോദിക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് റൊണാൾഡോ, എവരിഡേ റൊണാൾഡോ തന്നെയാണ് ആ കാര്യത്തിൽ ഞാൻ സെലക്ട് ചെയ്യുക. അദ്ദേഹത്തോട് എനിക്ക് അത്രയധികം അഡ്മിറേഷനാണുള്ളത്. പിന്നെ എന്താണ് ക്രിസ്ത്യാനോ നേടിയതെന്ന് ചോദിച്ചാൽ കരിയറിൽ അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് അതുമാത്രമല്ലെന്നേ. ഇപ്പോൾ അദ്ദേഹം ടോപ്പ് സ്കോററാണ്, ഒരുപാട് കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആർക്കും ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ആ നമ്പേഴ്സ് കൃത്യമായിട്ട് മുന്നിൽ വെക്കുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം യുവതാരങ്ങൾക്ക് പ്രൊഫഷണലിസം കൊണ്ട് മാതൃക കാണിച്ചയാളാണ്. എങ്ങനെ തൻ്റെ ബോഡി ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഈ പ്രായത്തിലും ഹയസ്റ്റ് ലെവലിൽ കണ്ടിന്യൂ ചെയ്യണം, മറ്റു പലർക്കും സാധിക്കാത്ത കാര്യമാണത്. ക്രിസ്ത്യാനോ അത് ചെയ്ത് കാണിക്കുന്നു. അവിടെയാണ് CR7 വ്യത്യസ്തനാവുന്നത്. കഴിഞ്ഞില്ല. പല ആളുകൾക്കും പറ്റുന്ന വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? അവരെപ്പോഴും ക്രിസ്ത്യാനോയെ തഴയാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ തഴയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്ത്യാനോ ടോപ്പ് സ്കോററായിട്ട് മറുപടി കൊടുക്കുന്നു. ഇപ്പോൾ നോക്കുക, നേഷൻസ് ലീഗിൽ ആരാ ടോപ്പ് സ്കോറർ? സോ ഐ റെസ്പെക്ട് ഹിം എ ലോട്ട് എന്നാണ് ഇപ്പോൾ ബ്രിയാൻ റീമർ പറയുന്നത്. അപ്പോൾ എതിർ ടീമിൻ്റെ കോച്ച് പോലും വാഴ്ത്തി പറയുന്ന ഒരാൾ, അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.